ഇപ്പോൾ എനിക്ക് 57 വയസ്സുണ്ട്. 117 തവണ രക്തം ദാനം ചെയ്യുവാൻ എനിക്ക് സർവശക്തനായ തമ്പുരാൻ അവസരം തന്നു. രക്തം ഈ ഭൂമിയിൽ എവിടെ ആർക്കാവശ്യമുണ്ടെങ്കിലും നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് ആ രക്തം എത്തിച്ചു കൊടുക്കുവാൻ PBDA എന്ന സംഘടനയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യവും സന്തോഷദായകവുമാണ്. കഴിഞ്ഞ 32 വർഷമായി ഞാൻ കാസർഗോഡ് ജില്ലയിലെ വിവിധ തെരുവുകളിൽ അലയുന്ന അനേകരെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിക്കുവാനും ഒരു ജീവനെങ്കിലും രക്ഷിക്കുവാൻ എൻ്റെ അല്പം രക്തം ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ അഭിമാനവും സന്തോഷവുമാണ്. ആരും ഞെട്ടിപ്പോകും. 57 വയസ്സിനുള്ളിൽ 117 തവണ രക്തദാനം ചെയ്ത ഒരു കന്യാസ്ത്രീ നമുക്കിടയിലുണ്ട്. ജയ ആൻഡോ മംഗലത്ത് എന്ന കന്യാസ്ത്രീ ഈ രംഗത്ത് ഒരു റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയ വനിതയ്ക്കുള്ള ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ നാഷണൽ റെക്കോർഡാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 32 വർഷമായി കാസർഗോഡ് ജില്ലയുടെ വേദനകളിൽ അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് രക്തദാന മേഖലയിലുള്ള എൻ്റെ പ്രവർത്തനം. എൻ്റെ 18ാമത്തെ വയസ്സിൽ രക്തം ദാനം ചെയ്യാൻ തുടങ്ങിയ ഞാൻ ഇപ്പോൾ എനിക്ക് 57 വയസ്സുണ്ട്. 117 തവണ രക്തം ദാനം ചെയ്യുവാൻ എനിക്ക് സർവശക്തനായ തമ്പുരാൻ അവസരം തന്നു. ഞാൻ ഓരോ തവണ രക്തദാനം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ചിന്ത, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചതുപോലെ ഒരു ജീവനെങ്കിലും രക്ഷിക്കുവാൻ എൻ്റെ അല്പം രക്തം ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ അഭിമാനവും സന്തോഷവുമാണ് ആ രംഗങ്ങൾ എനിക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ രക്തദാന മേഖലയിലേക്ക് കടന്നു വന്നത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അന്ന് ഞാൻ ആലപ്പുഴ സെയിൻറ്റ് ജോസഫ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് NSS എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ NSSൻ്റെ വോളണ്ടിയറായ സിസ്റ്റർ ഞങ്ങളോട് രക്തദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു തരികയും രക്തം ദാനം ചെയ്താലുള്ള ഗുണങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. ആദ്യം അല്പം ഭയത്തോടു കൂടിയാണ് ഞാനിതെല്ലാം കേട്ടതെങ്കിലും എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 12 മക്കളുള്ള ഒരു ഭവനത്തിലെ 11ാമത്തെ സന്താനമാണ് ഞാൻ. എൻ്റെ മുതിർന്ന സഹോദരങ്ങൾ പലപ്പോഴും രക്തം ദാനം ചെയ്യുന്നത് വീട്ടിൽ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ രക്തം ദാനം ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ഒന്നും ഒരു അറിവുമില്ലായിരുന്ന ആ സമയത്ത് സിസ്റ്റർ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രക്തം ദാനം ചെയ്യുവാനായി കടന്നുപോയി. ശരിക്കും ആ സിറിഞ്ച് എൻ്റെ സൂചി എൻ്റെ ശരീരത്തിലേക്ക് ആദ്യമായി കുത്തിയ ആ ദിവസം അത് എൻ്റെ രക്തധമനികളിൽ നിന്ന് ആ കുഴലിലൂടെ രക്തം കടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ആദ്യമായി തന്നെ കടന്നു വന്നത് കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ആ സംഭവമായിരുന്നു. ആ രക്തം ചിന്തിയതുപോലെ എൻ്റെ ഈ രക്തം വേറെ ഒരു വ്യക്തിക്ക് ജീവനായി മാറുന്നു എന്നുള്ള ഒരു വല്ലാത്ത സന്തോഷം എന്നെ വളരെ ആഹ്ലാദഭരിതയാക്കിയാണ് അന്ന് ചെയ്തത്. തുടർന്ന് ഞാൻ 3 മാസവും 4 മാസവും കൂടുമ്പോഴൊക്കെ രക്തം ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു ജീവിത വ്രതമാക്കി അല്ലെങ്കിൽ ജീവിത ശൈലിയാക്കി എടുത്തുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞ ജനുവരി മാസം, 2024 ജനുവരി മാസം വരെ ഞാൻ രക്തദാനം ചെയ്തു. ഇനി അടുത്ത ട്രിപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് 3 മാസം കൊണ്ട് ഞാൻ വീണ്ടും 118 കൊടുക്കുവാൻ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ. തീർച്ചയായും റെക്കോർഡുകൾ തിരുത്തുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ രക്തദാനത്തിൻ്റെ പിന്നിലെ ഒരു സംഭവങ്ങളും. ഒരാൾക്ക് രക്തം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൂടി കൊടുത്താൽ ആ ഗ്രൂപ്പ് രക്തം കൊടുക്കുമെന്ന് പറയുമ്പോൾ പോലും
കൊടുക്കുവാൻ ഞാൻ സന്നദ്ധയായിരുന്നു എന്നുള്ളതാണ്. ബി പോസിറ്റീവ് ഗ്രൂപ്പുകാരിയായ സിസ്റ്റർ ജയ 1987 18ാമത്തെ വയസ്സിലാണ് ആദ്യമായി രക്തദാനം നടത്തിയത്. ഒരു വ്യക്തിക്ക് ഒരു വർഷം 4 പ്രാവശ്യം മാത്രമാണ് രക്തദാനം നടത്താൻ നിയമം അനുവദിക്കുന്നത്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സിസ്റ്റർ ജയ 40 വർഷത്തിനുള്ളിൽ 117 പേർക്ക് രക്തദാനം നടത്തിയത്. കൊറോണ കാലത്ത് രക്തം ദാനം ചെയ്യുവാൻ അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുവാൻ ജനം അടിച്ചിരുന്ന സമയത്ത് രക്തത്തിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് എനിക്ക് കിട്ടി. ബി പോസിറ്റീവ് രക്തമാണ് വേണ്ടത്, അത്യാവശ്യമാണ്, ഹോസ്പിറ്റലിൽ ലഭ്യമല്ല. ബി പോസിറ്റീവ് സാധാരണഗതിയിൽ എപ്പോഴും ലഭ്യമായ ഒരു രക്തമാണ്. എന്നാൽ ആ സമയത്ത് കൊറോണയുടെ ആധിക്യം മൂലം ആ സമയത്ത് കൊടുക്കുവാൻ സന്നദ്ധരായി ജനങ്ങൾ മുന്നോട്ട് വരാത്തത് മൂലവും അപര്യാപ്തത അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ആ സ്ഥലത്തെ അവരെ ബൈസ്റ്റാൻഡറെ ഞാൻ വിളിക്കുകയും അവരോട് നിങ്ങൾ വിഷമിക്കേണ്ട, 1 യൂണിറ്റ് രക്തം ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുവരും, ആവശ്യമുള്ള രക്തം അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊള്ളൂ, ഞാൻ ആളെ കളക്ട് ചെയ്ത് കൊണ്ടുവരാം എന്നും അവരോട് പറഞ്ഞു. അതും പ്രകാരം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഞാൻ ആദ്യമേ തന്നെ രക്തബാങ്കിൽ പോയി എൻ്റെ രക്തം ടെസ്റ്റുകളും മറ്റും നടത്തി ദാനം ചെയ്തു. ദാനം ചെയ്തതിന് ശേഷം എനിക്ക് ആ പേഷ്യൻറ്റിനെ ഒന്ന് കാണണമെന്ന് ഒരു വല്ലാത്ത മോഹം എൻ്റെ മനസ്സിലുണ്ടാകുകയും ആ ബൈസ്റ്റാൻഡർ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, ദാനം ചെയ്തതിന് ശേഷം സിസ്റ്റർ ഞങ്ങളെ ഒന്ന് വന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാൻ ആ പേഷ്യൻറ്റിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. ഞാൻ ആ വ്യക്തിയോട് സമാധാനത്തോടു കൂടി ആയിരിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ സിസ്റ്ററിൻ്റെ രക്തം സ്വീകരിച്ച് എൻ്റെ ശരീരത്തിൽ എത്തിയതിന് ശേഷം പോകാവുള്ളൂ എന്ന് വളരെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ സഹോദരൻ പറയുകയാണ് ചെയ്തത്. ഞാൻ അവിടെ നിന്നു. സഹോദരനിലേക്ക് എൻ്റെ രക്തം കയറ്റിയതിന് ശേഷം ഡയാലിസിന് ശേഷം വരെ ഞാൻ അവിടെ നിൽക്കുകയും അതിനുശേഷം ആ മനുഷ്യൻ വളരെ സങ്കടത്തോടും അതിലേറെ സന്തോഷ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഡയാലിസിന് രക്തം ആവശ്യമായി വന്നിട്ടുണ്ട് സിസ്റ്ററെ, ഇതുപോലെ കിട്ടാത്ത അവസരം ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഒരിക്കലും സിസ്റ്ററിൻ്റെ ഈ നന്മ ഞാൻ മറക്കുകയില്ല. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാനും എൻ്റെ കുടുംബവും സിസ്റ്ററിനെ സ്മരിക്കും, ഓർക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെയല്ല സ്മരിക്കേണ്ടത്, ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോലെ അനേകർ ദാനം ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വരാൻ പ്രാർത്ഥിക്കുകയാണ് മോനെ വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ കടന്നു പോരുകയാണ് ചെയ്തത്. അതുപോലെ നിരവധി തവണ കണ്ണുനീരിൻ്റെ സന്തോഷം ഒഴുക്കിക്കൊണ്ട് അനേകർ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് രക്തം സ്വീകരിച്ചതിന് ശേഷം എന്നുള്ളതും ഞാൻ മനസ്സിൽ കോറിയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആരോഗ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സിസ്റ്റർമാരും അച്ഛന്മാരുമൊക്കെ അതിന് മുന്നോട്ട് ഇറങ്ങണം. ധാരാളം പേർ കൊടുക്കുന്നുണ്ടാകും. എനിക്ക് എൻ്റെ അറിവിൽ കൊടുക്കുന്ന അച്ഛന്മാരെയൊക്കെ എനിക്കറിയാം, കൊടുക്കുന്ന സിസ്റ്റർമാരെയും എനിക്കറിയാം. പക്ഷേ അത്രയൊന്നും പോരാ. ഒരു വലിയ സമൂഹം സിസ്റ്റർമാരും അച്ഛന്മാരുമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും നമുക്ക് പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഞാൻ ആരെയും പഠിപ്പിക്കുന്നതല്ല, മറിച്ച് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന മാത്രമാണ്. തീർച്ചയായും മുന്നോട്ട് വരണം. അങ്ങനെ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി നാം ഓരോരുത്തരും മാറണം. നമ്മൾ ദാനം ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്താൽ അനേകർ നമ്മെ പിൻപറ്റും. ഒന്നുമില്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ അംഗീകരിക്കുന്നവരെങ്കിലും രക്തം കൊടുക്കുവാൻ മുന്നോട്ട് വരും. തീർച്ചയായും അത് അനുഭവമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അതിനെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ. രക്തദാന മേഖലയിൽ ഞാൻ ഇപ്പോൾ പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമി എന്ന രക്തദാന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ. രക്തം ഈ ഭൂമിയിൽ എവിടെ ആർക്കാവശ്യമുണ്ടെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് ആ രക്തം എത്തിച്ചു കൊടുക്കുവാൻ PBDA എന്ന സംഘടനയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യവും സന്തോഷദായകവുമാണ്. എൻ്റെ രക്തഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്. എപ്പോഴും ബി പോസിറ്റീവ് ആയിരിക്കുവാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടെങ്കിലും ബി പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്
എൻ്റെ ഈ കഴിഞ്ഞ 57 വർഷത്തെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്തം ദാനം ചെയ്യുക ഒട്ടും പ്രയാസമില്ലാത്ത ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു ആണിന് അല്ലെങ്കിൽ സ്ത്രീക്ക് രക്തം ദാനം ചെയ്യുവാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ നാം രക്തദാനത്തിന് മുൻതൂക്കം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. 3 മാസം കൂടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും രക്തം ദാനം ചെയ്യുവാൻ സാധിക്കും. ഈ 3 മാസം രക്തത്തിൽ ഒരിക്കൽ ദാനം ചെയ്യുമ്പോൾ, നിരവധി തവണ നമ്മൾ രക്തദാനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ജീവരക്തം ശുദ്ധമാകുക മാത്രമല്ല, നമുക്ക് മറ്റു രോഗപീഠകൾ ഒന്നും തന്നെ ഉണ്ടാകാതെ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ രക്തത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ 32 വർഷമായി ഞാൻ കാസർഗോഡ് ജില്ലയിലെ വിവിധ തെരുവുകളിൽ അലയുന്ന അനേകരെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിക്കുവാനും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കണ്ടെത്തി അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും എന്നെ അറിയുന്നവരും ഓഫർ ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ വാങ്ങി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങി അവർക്ക് കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന തമ്പുരാന് നന്ദി പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. 2000-ൻ്റെ ആരംഭം മുതൽ തന്നെ എന്നോടൊപ്പം എൻ്റെ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് വിനോദിനി VP. ആ സഹോദരിയുമായുള്ള ബന്ധത്തിൽ ഞാൻ HIV മേഖലകളിലൊക്കെ പ്രവർത്തിക്കുവാൻ എനിക്ക് തമ്പുരാൻ അവസരം തന്നു. HIV ദുരിതം മൂലം സ്കൂളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട മാതാപിതാക്കൾ HIV എന്ന രോഗം മൂലം മരണപ്പെടുകയും വല്യമ്മയുടെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്ത 2 പിഞ്ചോമനകളെ സ്കൂളിൽ കയറ്റാതെ PTA-യും അധ്യാപകരും നിന്നപ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് DOയൊക്കെ കണ്ടുകൊണ്ടും ഗവൺമെൻറ് ലെവലിൽ ഇടപെട്ടുകൊണ്ടും അവരെ ആ സ്കൂളിൽ പഠിപ്പിക്കുവാനും ആ സ്കൂളിൽ നിന്ന് തന്നെ തങ്ങളുടെ പഠനം തുടരുവാനും അവസരം ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപേ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ അവർ HIV എന്ന ദുരിതത്തിൽ നിന്ന് മോചിതരായി കുടുംബമായി ജീവിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതം മൂലം വിഷമിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ വേദനിക്കുന്ന മക്കളോടൊപ്പം നിൽക്കുവാൻ, അതുപോലെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ മക്കളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സേവന സഹായങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതും ഈ സമയം ഞാൻ സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പ്രവർത്തിക്കുന്നൊരു മേഖലയാണ് കൗൺസിലിംഗ് മേഖല. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വേദനയുള്ള ആർക്കും ഏതു സമയത്തും എന്നെ വിളിക്കുവാനുള്ള സാവകാശം ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കൊറോണയും വെള്ളപ്പൊക്കവും ഒക്കെ മൂലം നമ്മുടെ നാട് ദുരിതത്തിലായിരുന്ന സമയത്ത് ആയിരക്കണക്കിന് പേരെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് അവരെ നിത്യജീവിതത്തിലേക്ക് ധൈര്യപൂർവ്വം കൊണ്ടുവരുവാൻ തമ്പുരാൻ എന്നെ ഉപകരണമാക്കി എന്നുള്ളത് വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇപ്പോൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലർ ആയതുകൊണ്ട് മാത്രമല്ല, അതിലുപരി എവിടെ മനുഷ്യൻ വേദനിക്കുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഇവിടെ വേദനിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന് കണ്ടാൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവർക്ക് എന്നാലാവുന്നതും സമൂഹത്തിൽ നിന്ന് ലഭിച്ചു കൊടുക്കാൻ പറ്റുന്നതും ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചു കൊടുക്കുവാൻ പറ്റുന്നതുമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും എനിക്ക് തമ്പുരാൻ അവസരമൊരുക്കി തരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ സമരം ചെയ്യുന്നതിൻ്റെ ഒരു സമ്മാനമായി, സമരം ചെയ്യുന്നതിന്, അതായത് ചോദ്യം ചെയ്ത് ആവശ്യമുള്ള ആരോഗ്യ സംരംഭങ്ങൾ എത്തിക്കുവാൻ വേണ്ട ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഭാഗഭാക്കായതിൻ്റെ പേരിൽ ഗോവ ഗവർണറിൽ നിന്ന് ഒരു അവാർഡ് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ രക്തദാന മേഖലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ രക്തം ദാനം ചെയ്ത സ്ത്രീക്കുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ രക്തദാന മേഖലയിലെ അവാർഡ് ഈ വർഷം, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഭാഗത്ത് എനിക്ക് ലഭിച്ചു. അതുപോലെ ഈ വർഷം ഗിന്നീസ് റെക്കോർഡോടുകൂടി തന്നെ 117 തവണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത ലേഡിക്കുള്ള അവാർഡും എനിക്ക് ലഭിച്ചു. ഓരോ അവാർഡുകൾ ലഭിക്കുമ്പോഴും എനിക്ക് സന്തോഷം തോന്നുന്നത് ആ സമ്മാനം ലഭിച്ചതിലല്ല, മറിച്ച് ഞാൻ വീണ്ടും എനിക്ക് ചെയ്യുവാനുള്ള ഒരു പ്രചോദനമാണ് ഇവയൊക്കെ എനിക്ക് തരുന്നത്. എനിക്കൊരു കോ സിസ്റ്ററായി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരി സിസ്റ്ററുണ്ട്. സിസ്റ്റർ റോസ ആൻഡോ എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. സിസ്റ്ററും എന്നേക്കാൾ വലിയൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. കിഡ്നി ഒരു നിർധനായ ഒരു വ്യക്തിക്ക് ദാനം ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. ആള് സെയിൻറ്റ് ജോസഫ്സ്, ഇരിഞ്ഞാലക്കുട സെയിൻറ്റ് ജോസഫ് കോളേജിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടറേറ്റ് ഒക്കെയുള്ള ഒരു സിസ്റ്ററാണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മളാലാവുന്ന വിധം നന്മ ചെയ്ത് കടന്നു പോകണം. കർത്താവ് ഈശോമിശിഹ എപ്രകാരം ജീവിച്ചുവോ അതുപോലെ ജീവിച്ച് കടന്നു പോകണം എന്നുള്ള ഏക ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്.